LDFിന്റെ തിരിച്ചടിക്കും UDFിന്റെ വിജയത്തിനും വഴിയൊരുക്കിയ കാരണങ്ങൾ നിരവധിയാണ്. CPIMന്റെ തന്ത്രം പാളിയപ്പോൾ UDFിനും BJPക്കും നേട്ടമായി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റിയത് LDFിന് കനത്ത ആഘാതമാണ്. തുടർഭരണം നൽകിയ ജനവിധിയുടെ മായാലോകത്ത് നിന്ന് ഇടതു നേതാക്കൾ താഴെ ഇറങ്ങിയിരുന്നില്ല. മൂന്നാമൂഴത്തിന്റെ സ്വപ്ന ലോകത്തായിരുന്നു നേതാക്കളും പ്രവർത്തകരും. ഇതിനിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് UDF തൂത്തുവാരി. പിന്നീട് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴികെ 5 നിലനിർത്തിയതും നിലമ്പൂർ പിടിച്ചെടുത്തതും UDF ആണ്. ജയപരാജയങ്ങൾ നേരിടുമ്പോഴൊക്കെ പാഠം പഠിക്കുമെന്നും തിരുത്തൽ വരുത്തുമെന്നും CPIM ആവർത്തിക്കും. ഒന്നും സംഭവിക്കില്ല. മുൻപ് ഇടതുമുന്നണിയുടെ ശക്തി ന്യൂനപക്ഷ വോട്ടുകളും ഉറച്ച ഈഴവ പിന്നോക്ക ദളിത് വോട്ടുകളുമായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ CPIM കൈയൊഴിഞ്ഞു. UDF ജമാഅത്ത് ഇസ്ലാമി സഖ്യത്തെ വിമർശിക്കൽ പതിവായി. ന്യൂനപക്ഷ വിമർശനം പതിവായി നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ ഔദ്യോഗിക കാറിലിരുത്തി മുഖ്യമന്ത്രി യാത്ര ചെയ്തതിന്റെ സന്ദേശം മറ്റൊന്നായിരുന്നില്ല. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ NSSനെയും ഒപ്പം നിർത്തി ഹൈന്ദവ വോട്ടുകൾ ലക്ഷ്യമിട്ടെങ്കിലും ശബരിമല സ്വർണ്ണപ്പാളി വിവാദം തിരിച്ചടിയായി. ന്യൂനപക്ഷ വോട്ടുകൾ അകലുകയും ചെയ്തു. സ്വർണ്ണപ്പാളി വിവാദത്തിലൂടെ ഹൈന്ദവ വോട്ടുകൾ UDF പക്ഷത്തേക്ക് മാറുകയും ചെയ്തു. ഐസ്ക്രീം പാർലർ പെൺവാണിഭം സരിതാ നായർ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ LDF ഉപയോഗിച്ചതാണ് മുൻ ചരിത്രം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാതെ വൈകിക്കാൻ ശ്രമിച്ചത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ വിഷയം സജീവമാക്കി നിർത്താനായിരുന്നുവെന്ന ആരോപണം ഇത്തവണയുണ്ടായിരുന്നു. രാഹുലിനെ പുറത്താക്കി കോൺഗ്രസ് CPIM നീക്കത്തിന് തടയിട്ടു. ക്ഷേമ പെൻഷൻ വർധന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രഖ്യാപിക്കുന്നത് പലരും സംശയത്തോടെയാണ് കണ്ടത്. വാർഡ് വിഭജനമൊക്കെ CPIM കണക്ക് കൂട്ടിയതുപോലെ തന്നെയാണ് നടന്നതെങ്കിലും ജനത്തിന്റെ കണക്കുകൂട്ടൽ മറ്റൊന്നായിരുന്നു. അവർ CPIMനും ഇടതുമുന്നണിക്കും കണക്കിന് നൽകി. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.